മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തന്നെ തുടരുന്നു. വെന്റിലേറ്റർ സഹായവും ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ഡയാലിസിസും തുടരുമെന്ന് പുതിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ പറയുന്നു. നിലവിലെ ചികിത്സ തുടരാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം നിർദ്ദേശം നൽകി. ആവശ്യമെങ്കിൽ ചികിത്സയിൽ ഉചിതമായ മാറ്റം വരുത്താനും തീരുമാനിച്ചു. വിജിൻ വായാന്തോട് വിശദാംശം നൽകും. വിജിൻ, എങ്ങനെയാണ് ഒടുവിലത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ? വി.എസിന്റെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെ? സൈഫുദ്ദീൻ, വി.എസിന്റെ ആരോഗ്യനില ഇപ്പോഴും പഴയതുപോലെ തന്നെ ഗുരുതരമായി തുടരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വി.എസിനെ ഈ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനെ തുടർന്ന് ഹൃദയാഘാതമുണ്ടാകുന്നു. തുടർന്ന് വെന്റിലേറ്റർ സപ്പോർട്ടോടു കൂടിയാണ് വി.എസിന്റെ ജീവൻ ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ ദിവസവും ഇറങ്ങുന്ന ബുള്ളറ്റിലും ഗുരുതരാവസ്ഥ തരണം ചെയ്യാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചില മരുന്നുകളോട് വി.എസ് പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. തലച്ചോറ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നു. എന്തായാലും ദീർഘനേരം ആയുള്ള ഈ ഡയാലിസിസ് ആണ് നിലവിൽ ഇപ്പോൾ വി.എസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് വരെ അതേ ഡയാലിസിസ് തന്നെയായിരുന്നു വി.എസിന് നൽകുകയും ചെയ്തത്. അത് പിന്നീട് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ക്രിയാറ്റിൻ്റെ അളവ് ആ ഘട്ടത്തിൽ കൂടുന്ന സാഹചര്യം ഉണ്ടായ സാഹചര്യത്തിലാണ് നിലവിൽ ഇന്നലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഉൾപ്പെടെ ഇവിടെ എത്തുകയും വി.എസിന്റെ ആരോഗ്യനില പരിശോധിക്കുകയും ചെയ്തത്. നിലവിൽ SUTയിലെ വിദഗ്ധരായ ഡോക്ടർമാർ, വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള ചികിത്സയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ നിരീക്ഷണത്തിലാണ് വി.എസ് ഇപ്പോഴും ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നത്. ഇവരുടെയൊക്കെ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ദീർഘനേരമെടുത്തുള്ള ഡയാലിസിസ് സംവിധാനം വീണ്ടും നൽകാൻ നിലവിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ആ ഡയാലിസിസ് രാവിലെ തന്നെ ആരംഭിക്കുകയും ചെയ്തു. ആന്റിബയോട്ടിക്കുകളുടെ കൂടി സഹായത്തോടെയാണ് വി.എസിന്റെ ചികിത്സ മുന്നോട്ട് പോകുന്നത് എന്നും ഈ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിലും ചികിത്സ, നിലവിൽ നൽകുന്ന ചികിത്സ തന്നെ തുടരേണ്ടി വരും എന്നുള്ളതാണ് മെഡിക്കൽ ബുള്ളറ്റിനും ഒപ്പം തന്നെ ആശുപത്രി അധികൃതരും ഒക്കെ വ്യക്തമാക്കുന്നത്. രാവിലെ CPM സംസ്ഥാന സെക്രട്ടറി M.A. ബേബി ഇവിടെ ആശുപത്രിയിൽ എത്തിയിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയത് അസാമാന്യമായ ശാരീരിക ശേഷിയൊക്കെ പ്രകടിപ്പിച്ച, മാനസിക ശേഷിയൊക്കെ പ്രകടിപ്പിച്ച ഒരാളാണ് വി.എസ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. പക്ഷേ നിലവിൽ ഇപ്പോൾ യന്ത്രങ്ങളുടെ സഹായത്തോടെയുള്ള ജീവൻ നിലനിർത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മരുന്നുകളോട് പ്രതികരിക്കുന്നു എന്നുള്ളത് ആശ നൽകുന്ന കാര്യമാണ് എന്നാണ് CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രതികരിച്ചത്. എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ തുടരുന്ന ചികിത്സ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചില നേരങ്ങളിൽ വി.എസിന്റെ ആരോഗ്യസ്ഥിതി മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഗുരുതരാവസ്ഥയിൽ നിന്ന് ഇതുവരെ മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ചികിത്സ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും തുടരാനാണ് നിലവിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചിട്ടുള്ളത്. സൈഫുദ്ദീൻ.